നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാൽ അത് ഒരു പരിധി വരെ നികത്താം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് മുരിങ്ങയിലയും ചീരയുമാണ്. മുരിങ്ങയില ദിവസേനയോ അല്ലെങ്കിൽ ഒരു 4-5 ദിവസം ആഴ്ചയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി ഈന്തപ്പഴവും ഉണക്കുമുന്തിരിയും. 3-4 ഈന്തപ്പഴം ദിവസം കഴിക്കുന്നതും അതുപോലെ തന്നെ ഉണക്കുമുന്തിരി കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തതായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് ചെറുപയർ, മുതിര, കടല, രാജ്മ, അതുപോലെ തന്നെ ബീട്രൂട്ടും മാതള നാരങ്ങയുടെ ജ്യൂസ് അല്ലെങ്കിൽ മാതള നാരങ്ങ അതുപോലെ തന്നെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതൊക്കെ കൂടാതെ എള്ളും ശർക്കരയും നെല്ലിക്കയും നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താം. അത് നോൺ വെജിറ്റേറിയൻ ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൽ മട്ടൻ്റെ കരൾ, അത് ആട്ടിൻ കരൾ, അതുകൂടാതെ മത്സ്യം, മുട്ടയുടെ മഞ്ഞക്കരു, കോഴിയിറച്ചിയും ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടണമെങ്കിൽ അതിൻ്റെ കൂടെ വിറ്റമിൻ സി കൂടെ ഉണ്ടായാൽ വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് തന്നെ അയൺ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാരങ്ങ നീര്, നാരങ്ങ വെള്ളം അല്ലെങ്കിൽ കിവി, തക്കാളി, ഓറഞ്ച്, അതായത് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കുകയാണെങ്കിൽ അയണിൻ്റെ ആഗിരണം പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറിനെ കണ്ട് അയൺ സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം.